അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സഹോദരിമാർക്കും റാഹത്തല്ലേ? റമളാനിൽ ഈ 10 കാര്യങ്ങൾ മറന്നാൽ നമുക്ക് അപകടമാണ്. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ മാസം. കൃത്യസമയത്ത് നമസ്കരിക്കുക. 1. സമയത്തിന് നമസ്കരിച്ചില്ലെങ്കിൽ നരകത്തിലാകും. റമളാൻ അനുകൂലമാകും കൃത്യസമയത്ത് നിസ്കരിച്ചാൽ. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് നമ്മൾ നമസ്കരിക്കുക. 2. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയത്തോടെ ചോദിക്കുക. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഖുർആൻ പാരായണം ചെയ്യുക. ദുആ ചെയ്യുക. ഒരു ഖത്തമുൽ ഖുർആൻ എങ്കിലും തീർക്കാൻ ശ്രമിക്കണം. 3. റഹ്മത്തിൽ ആശ മുറിയാതിരിക്കുക. ഉമ്മാക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തേക്കാൾ അള്ളാഹുവിന് സ്നേഹമുണ്ട് നമ്മളോട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 4. സക്കാത്ത് കൃത്യമായി കൊടുക്കുക. എല്ലാ ദിവസവും സദക്ക ചെയ്യുക. 6. ജാരിയായ സദക്ക ചെയ്യുക. പള്ളിയിൽ മുസല്ല കൊടുക്കുകയോ വെള്ളത്തിനായി പൈപ്പ് വെച്ച് കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കുക. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും അതിൻ്റെ കൂലി നമ്മൾക്ക് കിട്ടും. അതാണ് ജാരിയായ സദക്ക എന്ന് പറയുന്നത്. 7. നോമ്പ് തുറപ്പിക്കൽ. നോമ്പ് തുറപ്പിക്കപ്പെട്ടവൻ്റെ നോമ്പിൻ്റെ കൂലി നോമ്പ് തുറപ്പിച്ചവന് കിട്ടും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല നരകമോചനം കിട്ടും. നോമ്പ് തുറപ്പിച്ചാൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആ നോമ്പ് തുറപ്പിച്ചവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. 8. ഓരോ ദിവസവും ദീൻ വർദ്ധിപ്പിക്കുക. എല്ലാ ദിവസവും കുറച്ചു നേരം കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരിക്കുക. ഒരു നേരം ഭക്ഷണമെങ്കിലും എല്ലാവരും ഒന്നിച്ചു ഇരുന്ന് കഴിക്കാൻ ശ്രമിക്കുക. ഐശ്വര്യവും ബർക്കത്തും ആ വീട്ടിലുണ്ടാകും. 10. കുടുംബബന്ധം ചേർക്കുക. അല്ലെങ്കിൽ നമ്മുടെ അമൽ വെറുതെയാകും. ഒരു റമളാനും കിട്ടില്ല, ഒരു ഹജ്ജും ഉംറയും കിട്ടില്ല. കുടുംബ ബന്ധം ചേർക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തും കുടുംബബന്ധം ചേർത്തില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ലാതെയാകും. എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു തആല ഒന്നിച്ചു ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു ഇൽമു പ്രചരിപ്പിച്ചതിൻ്റെ വലിയ പ്രതിഫലം നൽകി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.